ചാടിത്തുള്ളി പോകുന്നത് ദുബായിലോട്ടാണ് കേട്ടോ. ഏട്ടനൊരു ആവശ്യമായിട്ട് അവിടെ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും കൂടെ പോയി. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേവിപൊട്ടി കയറാമെന്ന് വിചാരിച്ചു. ദിലീപ് ഏട്ടൻ്റെ ആദ്യമായിട്ടാണ് ദേവിപൊട്ടിയിൽ കയറുന്നത്. അപ്പോൾ അവിടെ കയറി ഉച്ചയായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോൾ ഞാൻ ഊണാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇല ഇട്ട് കണ്ടപ്പോൾ കല്യാണിക്ക് ആ ഇല വേണം. അങ്ങനെ അവിടെ ഉള്ളവർ കല്യാണിക്കൊരു കുഞ്ഞു പ്ലേറ്റ് കൊണ്ടുവന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ പുള്ളിക്കാരി ഹാപ്പിയായി. അപ്പോൾ ജാൻകുട്ടിക്കും കല്യാണിക്കും കൂടെ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും അത് ഷെയർ ചെയ്ത് കഴിച്ചു. അത്രയൊന്നും കഴിക്കത്തില്ല, അതിനിടയിൽ നമ്മളും കൂടെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജാനുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അടിപൊളി എന്ന് പറഞ്ഞു. പിന്നെ ഏട്ടന് പുട്ടാട്ടോ പറഞ്ഞത്, ഗോതമ്പിൻ്റെ പുട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഏട്ടന് ഗോതമ്പിൻ്റെ പുട്ടും ബീഫിൻ്റെ ഡ്രൈ റോസ്റ്റ് പോലെ ഒരു സംഭവമാണ് ഏട്ടൻ പറഞ്ഞത്. പിന്നെ ഞാനും പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെയും പുട്ട്, ഇന്നും ഉച്ചയ്ക്കും പുട്ടായി. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ മീൽസ് പറഞ്ഞു. ചോറും സാമ്പാറും അവിയലും തോരനും ഒക്കെ ആയിട്ടുള്ള മീൽസ് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഡേ ടു ഡേ അവിടെ ഷോപ്പിൽ കയറി. അവിടെ ആകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് വിലയൊക്കെ കുറവാണെന്ന് കേട്ടു. അങ്ങനെ അവിടെ കയറി. ജാനിക്കുട്ടിക്കൊക്കെ വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണമായിരുന്നു. ടീഷർട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. അവിടെ ഷോപ്പിൽ ഇതേപോലെ ക്രിസ്മസിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കല്യാണിക്ക് എങ്ങോട്ട് ഓടണമെന്നറിയില്ല. പിന്നെ പുള്ളിക്കാർ ട്രോളിയുടെ അകത്ത് കയറിയിരിപ്പായി. ഈ കഴിക്കുന്നത് കേട്ടോ അവിടെ ദേവിപൊട്ടിന്ന് അവർക്ക് കൊടുത്ത ഇതാണ് കേട്ടോ കപ്പലണ്ടി മുട്ടായി. അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ പാത്രങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കുക. എനിക്ക് ഈ ബാമ്പൂവിൻ്റെ മോഡൽ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്ക് പാത്രങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ, വാങ്ങണം എങ്ങനെയൊക്കെ അതൊക്കെ എങ്ങനെ നോക്കണം എന്നൊക്കെ ഒരു ക്രൈസാണോ എന്നൊരു എന്താ പറയുക, പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ. എനിക്ക് സ്റ്റീൽ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. കാരണം പൊട്ടുന്ന പ്ലേറ്റൊന്നും കൂടുതൽ മേടിച്ചാൽ കല്യാണിയൊക്കെ അതെപ്പോഴും വീട് പൊട്ടിക്കുക. അതുകൊണ്ട് കൂടുതൽ സ്റ്റീൽ പാത്രങ്ങളാട്ടോ മേടിക്കുന്നത്. അങ്ങനെ കുഴപ്പമില്ലാത്ത വിലക്കുറവൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്ലേറ്റ് മേടിച്ചു. ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്ലേറ്റ് മേടിച്ചു. അങ്ങനെ ഒരുപാട് ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അതൊന്ന് ഈശ്വര വാങ്ങിയാലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒന്നും വാങ്ങിയൊന്നുമില്ല. ഇനി ഈ സെക്ഷനിൽ വന്നപ്പോൾ ഏട്ടൻ പെട്ടെന്ന് പിള്ളേരെയും കൊണ്ട് ഫ്രണ്ടിലോട്ട് ഓടി. കാരണം ഒരുപാട് പാവകൾ കേട്ടോ, നല്ല ഭംഗിയുള്ള പാവകൾ ഇങ്ങനെ തൂക്കി ഇങ്ങനെ കിടത്തി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ. അപ്പോൾ ജാനുക്കുട്ടി അത് കണ്ടുപിടിച്ചു. ജാനുക്കുട്ടി അത് പിന്നെ തിരിച്ച് വന്നു. പിന്നെ ജാനുക്കുട്ടിക്ക് പറഞ്ഞു എനിക്ക് പാവ വേണ്ട, എനിക്ക് കീ ചെയിനോ അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു അവൾ. അങ്ങനെ കല്യാണിക്ക് പാവ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണിക്കൊരു പാവക്കുട്ടിയും മേടിച്ചു. ജാനിക്കൊരു കീ ചെയിനും മേടിച്ചു. അവൾക്ക് ഇതേപോലെ കീ ചെയിൻ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ജാനുക്കുട്ടി ഭയങ്കര ഇഷ്ടം. ഇത് മോൾക്ക് എടുത്ത ഒരു ഡ്രസ്സാണ് വീട്ടിലൊക്കെ ഇടാനായിട്ട്. പിന്നെ ബില്ലടിക്കാൻ പോയപ്പോൾ ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പിറകെ ഓടി കല്യാണി. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് എനിക്ക് പല സാധനത്തിൻ്റെ പേരും അറിയത്തില്ല. നല്ല ഭംഗിയുള്ള സാധനങ്ങളായിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണതും പുൽക്കൂട് ഒരുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണി ഓരോന്നുമായിട്ട് പിടിച്ച് നോക്കും. ഞാൻ പറഞ്ഞു പിടിക്കരുത്, അതുകൊണ്ട് അവിടെ ഇത് പോലീസ് പിടിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. കാറിൽ കയറി. അവിടെ കാറിൽ FM-ൻ്റെ പാട്ട് കേട്ട് രണ്ടുപേരും പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. ജാനിക്കുട്ടിയും പാടുന്നിടയിൽ അവൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അവളും കൂടെ ഇങ്ങനെ മൂളുന്നുണ്ട്. അങ്ങനെ കുറച്ച് ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ കയറി. ഞാൻ കട്ട്ലേറ്റാണ് കഴിച്ചത്. ജാനിക്കുട്ടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഏട്ടന് ചായയും ഞാൻ കോഫിയും കഴിച്ചു. പിന്നെ കട്ട്ലേറ്റ് ജാനിക്കുട്ടി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കല്യാണിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണി കുറച്ച് കഴിച്ചു. പിന്നെ ഏട്ടനും ഉള്ളിവട കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഏട്ടനും ഉള്ളിവടയും കഴിച്ചു, ഞാൻ കട്ട്ലേറ്റും കഴിച്ചു. പിന്നെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് ചായയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഭയങ്കര പനിയുടെ ത്രോട്ട് പെയിൻ കാരണം ഞാൻ കോഫി ഒന്ന് മേടിച്ച് കുടിച്ചു. തൊണ്ട ചെറുതായിട്ടൊരു വേദന വന്നപ്പോൾ. ഇനി ഇവർ രണ്ടുപേരും ചായപ്രാന്തുള്ള രണ്ടുപേരാണ്, അച്ഛനും മോളും.
അങ്ങനെ ചായ വന്നപ്പോൾ ഏട്ട ഒരു സ്പൂൺ ഇങ്ങനെ കോരി കൊടുക്കുക കേട്ടോ കല്യാണിക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതിൻ്റെ കൈ എന്തേടി ഈ പാവയുടെ കൈ എന്തേ കല്യാണി? കൈ എന്തേ പാവയുടെ? ഇന്ന് വാങ്ങിച്ച പാവയുടെ കൈയും കാലൊക്കെ ഒടിച്ചു വെച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.